എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. കർക്കിടക മാസം എന്ന് പറയുമ്പോഴേ ആൾക്കാർ തുടങ്ങും രാമായണം വായിക്കണ്ടേ എന്ന്. അങ്ങനെ കർക്കിടക മാസം രാമായണ മാസം എന്ന പേരിൽ എല്ലാവരും പറഞ്ഞു തുടങ്ങി. രാമായണം കർക്കിടകത്തിലേ വായിക്കാവുള്ളൂ എന്നൊന്നുമില്ല. എല്ലാ ദിവസവും രാമായണം വായിക്കാം. പക്ഷേ അതിന് ഈ കർക്കിടക മാസത്തിൽ വായിക്കുന്നതിന് ഒരു കാരണമുണ്ടായി. അങ്ങനെയാണ് കർക്കിടക മാസത്തിൽ രാമായണ വായന തുടങ്ങിയത്. അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. പണ്ടൊക്കെ എല്ലാ കുടുംബങ്ങളിലും പ്രായമായവർ കാണും. അവർ ദിവസവും രാമായണം, ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കും. അന്നൊക്കെ കച്ചവടം, കൃഷി, കുറച്ച് ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതാണോ? എത്രമാത്രം തൊഴിൽ രംഗങ്ങളാണുള്ളത്, എത്ര ഓഫീസുകളാണുള്ളത്, എത്ര കമ്പനികളാണല്ലേ IT ഫീൽഡിലുമൊക്കെ ആയിട്ട്. അതുകൊണ്ട് നിത്യമുള്ള വായനയ്ക്ക് പലർക്കും സാധിക്കത്തില്ല. അങ്ങനെ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു മാസം കൊണ്ട് രാമായണം വായിച്ചു തീർത്ത് മോക്ഷം ലഭിക്കട്ടെ എന്ന് കരുതി നമ്മുടെ പൂർവികർ ഒരു മാസം കൊണ്ട് വായിച്ചു തീർക്കാം എന്ന് കരുതുന്നു. ഒരു മാസം കൊണ്ട് വായിച്ച് തീർക്കുന്നതിന് കുറച്ച് ഭാഗം വീതം വായിച്ച് നമുക്ക് പൂർത്തിയാക്കാം. ദിവസവും രാമായണം കുറച്ച് ഭാഗം വായിച്ച് എപ്പോഴാണോ നമുക്ക് തീർക്കാൻ പറ്റുന്നത് അങ്ങനെ തീർക്കാം. പക്ഷേ മടിയന്മാരായ നമ്മൾ കുറച്ച് വായിക്കും, പിന്നെ നാളെ എന്ന് വെക്കും. അത് പിന്നെ നീളെ എന്നാവും. പിന്നെ അടുത്ത കർക്കിടകം വരുമ്പോഴായിരിക്കും അയ്യോ ഞാൻ കർക്കിടക മാസം രാമായണം വായിക്കാമെന്നൊക്കെ വിചാരിച്ച് നടന്നില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഓരോ വർഷവും കഴിയുന്തോറും ഇപ്പോഴെല്ലാവരും രാമായണ വായനയുടെ തിരക്കിലാണ്. കാരണം കർക്കിടക മാസം ഒരു മാസം കൊണ്ട് വായിക്കാമല്ലോ, മറ്റേ എന്നും വായിക്കാൻ നടക്കുകയല്ലോ എന്ന് വെച്ച് 31 ദിവസം കൊണ്ട് കർക്കിടക മാസത്തിലെ രാമായണം വായിച്ചു തീർക്കും. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ കർക്കിടക മാസത്തിലേക്ക് രാമായണ വായന മാറ്റിയത്. അല്ലാതെ എന്നും രാമായണം വായിക്കാം. അത് പറ്റാത്തവർ കർക്കിടകം 1 മുതൽ 31 ദിവസം കൊണ്ട് പൂർത്തിയാക്കുക. അങ്ങനെയാണ് രാമായണ വായന കർക്കിടക മാസത്തിലായത്. എല്ലാവർക്കും നമസ്കാരം. ഇനിയും രാമായണ കഥയുമായി കർക്കിടകം 1-ാം തീയതി ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവരും എൻ്റെ രാമായണ കഥ കേട്ട് സപ്പോർട്ട് ചെയ്യണം.